തമിഴ്നാട് പൊള്ളാച്ചിയിലെ വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ 8 മലയാളികൾക്ക് ദാരുണാന്ത്യം. അതിരപ്പള്ളി ഭാഗത്ത് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുകയായിരുന്ന ടെമ്പോ ട്രാവലറാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് അപകടം. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, പൊള്ളാച്ചിയിലെ വാൽപ്പാറയിൽ വലിയൊരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നു. 8 മലയാളികൾ മരിച്ചതായാണ് അറിയാനാവുന്നത്. അവിടെ നിന്നും അറിയാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഹരീഷ്? ഹരീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഹരീഷ്, പൊള്ളാച്ചിയിലെ വാൽപ്പാറയിൽ വാഹനാപകടം ഉണ്ടായിരിക്കുന്നു. 8 മലയാളികൾ മരിച്ചു എന്നാണ് അറിയുന്നത്. എങ്ങനെയായിരുന്നു അപകടത്തിലേക്കുള്ള സാഹചര്യം? അത് എന്തായിരുന്നു? എവിടെ നിന്നോ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്? എന്താണ് അറിയാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മായ, പ്രാഥമികമായി മനസ്സിലാക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ അധ്യാപകരായിരുന്നു ഈ ഒരു വാഹനത്തിലെന്നാണ് മനസ്സിലാക്കിയത്. ഇവർ അതിരപ്പള്ളിയിൽ നിന്ന് ഈ വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി വാൽപ്പാറയിലുള്ള ഒരു ഹെയർപിൻ ബെൻഡിൽ വെച്ച് ഈ വാഹനം നിയന്ത്രണം വിട്ട്, ഇതൊരു ട്രാവലർ വാനാണ്, ഈ വാഹനം നിയന്ത്രണം വിട്ട് ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു, അതിൽ 8 പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം, വാഹനം തവിട് പൊടിയായിട്ടുണ്ട്. മാത്രമല്ല, ഈ ആളുകൾ, വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ അങ്ങിങ്ങായി ചിതറിത്തെറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ചിലർക്ക് ജീവൻ ഉണ്ട്, എന്നാൽ മറ്റു ചിലർ നിശ്ചലമായി കിടക്കുന്ന സാഹചര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ആളുകൾ മരിച്ചു. ഏകദേശം 8 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ കൂടാനും സാധ്യതയുണ്ട്. കാരണം പലരുടെയും പരിക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലരും വലിയ താഴ്ചയിലേക്ക് വീണ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു കൊക്ക പോലെയുള്ള പ്രദേശമാണ്, ഹെയർപിൻ ബെൻഡാണ്. അവിടെ നിന്നും പലരും വലിയ താഴ്ചയിലേക്ക് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. നിലവിൽ 8 പേർ മരിച്ചു എന്നുള്ളതാണ്. മുഴുവൻ മലയാളികളായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്ന. ഏകദേശം 12 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 8 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള അധ്യാപകരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായും അറിയാൻ സാധിച്ചത്. ഇവർ ഒരു ഇത്തരത്തിലുള്ള വിനോദയാത്ര നടത്തുകയായിരുന്നു. ഇവിടെ നിന്നും ഈ മലപ്പുറത്തു നിന്നും വാൽപ്പാറയിലേക്കാണ് പോയത്. അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് പോകുന്നു. വാൽപ്പാറയിലുള്ള ഒരു ഹെയർപിൻ ബെൻഡിൽ വെച്ച് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നു. വാഹനം വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞ വലിയ അപകടം സംഭവിക്കുന്നു. വാഹനം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു. പലരും ചിതറിത്തെറിച്ച് വലിയ കൊക്കയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ വലിയ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപക്ഷെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്രത്തോളം ആളുകൾ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വലിയ ഒരു കൊക്കയുള്ള പ്രദേശമായതിനാൽ തന്നെ ദുർഘടമാണ്. ആരെങ്കിലും അങ്ങോട്ടേക്ക് താഴ്ചയിലേക്ക് തെറിച്ചു വീണിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ ആയതുകൊണ്ട് തന്നെ പല രക്ഷാപ്രവർത്തനം അവിടെ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇരുട്ടായതുകൊണ്ട് തന്നെ, ഈ വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്, ഒരു കാടുള്ള പ്രദേശം. അതിനാൽ തന്നെ അവരെ പെട്ടെന്ന് അടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും ദുർഘടമാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ പൊള്ളാച്ചിയാണ് ഏറ്റവും തൊട്ടടുത്തുള്ള നഗരം. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഏറ്റവും അടുത്തുള്ള നഗരം എന്ന് പറയുന്നത് പൊള്ളാച്ചി പട്ടണമാണ്. ഈ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്കാണ് ഇനി ഇവരെ എത്തിക്കേണ്ടത്. ഏറ്റവും അടുത്ത് കിടക്കുന്ന പട്ടണം പൊള്ളാച്ചിയാണ്, തമിഴ്നാട്ടിലാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചിയിലുള്ള ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു വാൽപ്പാറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏകദേശം 12 പേരോളം ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഴുവൻ മലയാളികളാണ്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ അധ്യാപകരാണ് ഈ വാഹനത്തിലുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ വിനോദ യാത്രയ്ക്ക് വന്ന ഒരു സാഹചര്യമാണ്. അവിടെ വെച്ച് ഈ ഹെയർപിൻ ബെൻഡിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി വലിയ ഒരു ഗർത്തത്തിലേക്ക്, വലിയ താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. വാഹനം പൂർണ്ണമായും
തകർന്നിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള ചില ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. മായ. ശരി, ഹരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തമിഴ്നാട് പൊള്ളാച്ചിയിലെ വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ 8 മലയാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. അതിരപ്പള്ളി ഭാഗത്തു നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് അപകടം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നുള്ള അധ്യാപകരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമിക വിവരം വരുന്നത്. അങ്ങനെയാണ്.